ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ്സസ് എന്ന +2 ബയോളജി ചാപ്റ്റർ ആണ്. ഇതിൽ ലാസ്റ്റ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്നാണ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ബയോറിയാക്ടറിന്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്, ഓരോ പാർട്ടിന്റെയും ഫംഗ്ഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പം എങ്ങനെയാണ് ഈ ബയോറിയാക്ടറിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കെമിക്കൽ അല്ലെങ്കിൽ പ്രോട്ടീൻ നമുക്ക് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സോ ഈ ബയോറിയാക്ടറിൽ ഇപ്പം നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ബാക്ടീരിയ കാണാൻ പറ്റും, നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത പല ന്യൂട്രിയൻസ് കാണാൻ പറ്റും. അതുകൂടാതെ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീനും അതുകൂടാതെ ബാക്കിയുള്ള മറ്റ് കെമിക്കൽസ്, വിറ്റമിൻസ് ഇതെല്ലാം തന്നെ ഈ ബയോറിയാക്ടറിൽ കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഒരു സീരീസ് ഓഫ് പ്രോസസ്സസിലൂടെ ഈ ഒരു പ്രൊഡക്റ്റിനെ കടത്തിവിടണം. അതെന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ പഠിച്ചു ബയോറിയാക്ടർ യൂസ് ചെയ്യുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാ? ഒരു ഹ്യൂജ് എമൗണ്ടിൽ നമുക്ക് ആവശ്യമുള്ള സാധനം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇൻസുലിൻ ഒക്കെ ഇങ്ങനെ ഈ ബയോറിയാക്ടർ യൂസ് ചെയ്തിട്ടാണ് ഹ്യൂജ് എമൗണ്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും. സോ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിന് മുൻപ് ഒരു സീരീസ് ഓഫ് പ്രോസസ്സസിലൂടെ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് കടന്നു പോകണം. ഫോർ എക്സാമ്പിൾ, ഇതിലാണ് സെപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ തുടങ്ങിയ പ്രോസസ്സുകളൊക്കെ കാണാൻ പറ്റുന്നത്. സോ ഈ എല്ലാ പ്രോസസ്സുകളെയും ഇങ്ങനെയുള്ള എല്ലാ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ നടക്കാൻ പോകുന്ന സീരീസ് ഓഫ് പ്രോസസ്സുകളെല്ലാം ചേർത്ത് പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഇതിനുശേഷം ഈ പ്രൊഡക്റ്റിൽ ആവശ്യമുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത്? നമുക്ക് ലോങ് ടേമിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടി അത് കേടായി പോവാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പം ഇൻസുലിൻ പോലൊരു ഡ്രഗ് ആണെങ്കിൽ, ഒരു മരുന്നാണെങ്കിൽ അതിൽ ക്ലിനിക്കൽ ട്രയൽസ് കൂടെ കണ്ടക്ട് ചെയ്യണം. ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഹ്യൂമനിലാണ് അത് യൂസ് ചെയ്യേണ്ടതെങ്കിൽ അതിനു മുൻപ് എന്ത് ചെയ്യും? അത് മറ്റ് ഓർഗാനിസംസിൽ ഈ ഒരു ഡ്രഗ് ടെസ്റ്റ് ചെയ്ത് നോക്കും. അത് ഷോർട്ട് ടേമിലും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടോ അതും നമ്മൾ ചെക്ക് ചെയ്യും. ലോങ് ടേമിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടോ അതും നമ്മൾ ചെക്ക് ചെയ്യും. നമ്മൾ കൊറോണ വൈറസിന് എതിരെയുള്ള വാക്സിനേഷൻ എടുക്കുന്നതിന് മുൻപ് ഈ സ്റ്റെപ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഹ്യൂമൻസിൽ ഈ ഒരു ക്ലിനിക്കൽ ട്രയൽ നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ ആനിമൽസിലും ഈ ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ നടത്തിയതിനു ശേഷമാണ് വാക്സിൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെയുള്ള ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ നടത്തും. ഇതുകൂടാതെ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് അതും കണ്ടക്ട് ചെയ്യും. ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് മീനിങ് എന്താ? ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അതിന്റെ ക്വാളിറ്റി അത് എത്രത്തോളം നല്ലതാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റും നമ്മൾ നടത്തും. സോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റ് അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് എന്താണ് എന്നതിന്റെ ബേസിൽ അതിൽ നടത്തുന്ന ഡൗൺ സ്ട്രീമിംഗ് പ്രോസസ്സിലും അതുകൂടാതെ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിങ്ങിലും ഒക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു വാക്സിൻ ആണെങ്കിൽ അതിന് നടത്തുന്ന ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റും ഡൗൺ സ്ട്രീമിംഗ് പ്രോസസ്സുകളും ഡിഫറെന്റ് ആയിരിക്കും. ഒരു ഫുഡ് ഐറ്റം ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം വൈനൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പം വൈനൊക്കെ ആണെങ്കിൽ അതിനു വേണ്ടി നടത്തുന്ന ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റും പ്രിസർവേറ്റീവ്സും അതുകൂടാതെ ഡൗൺ സ്ട്രീമിംഗ് പ്രോസസ്സിലൊക്കെ അതിൻ്റെതായ ഡിഫറൻസ് കാണാൻ പറ്റും. സോ ഇങ്ങനെ ഈ ബയോറിയാക്ടറിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയതിന് ശേഷം നടക്കുന്ന ബാക്കിയുള്ള എല്ലാ പ്രോസസ്സിനെയും ചേർത്താണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങും ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിങ്ങും എല്ലാം നടത്തിയതിന് ശേഷമാണ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ്, ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്, വെദർ ഇറ്റ് ഈസ് എ ഡ്രഗ് ഓർ എ ഫുഡ്, എന്തായാലും നമ്മുടെ കയ്യിൽ എത്തുന്നത്. സോ നമ്മൾ ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ്സസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബയോടെക്നോളജി എന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ മുകളിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കാം. ഇതുകൂടാതെ നമുക്ക് നെക്സ്റ്റ് ആനുവൽ എക്സാമിന് മുൻപായിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള മറ്റൊരു വീഡിയോ കൂടെ ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന അടുത്ത ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ സ്റ്റഡി ബോട്ടണിയുടെ ടെലഗ്രാം ചാനലും അതുപോലെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊക്കെ ജോയിൻ ചെയ്യാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.